മോഹൻലാലും പൃഥ്വിരാജും കൂടി വരുമ്പോൾ ആ ഒരു ഇതില്ലേ എന്ത് നാരായണ സൂപ്പർ പറയാതെ വയ്യാട്ടാ. ലൂസിഫറിനെക്കാളും നല്ലതാണ്. പറയാതെ വയ്യ, എനിക്ക് നീ കാണണം. നല്ല സൂപ്പർ സിനിമ. ഇല്ല അത് അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. നമ്മളത് ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് ലൂസിഫർ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അതിപ്പോ ഞാൻ എന്താ പറയുക, രാഷ്ട്രീയത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മോഹൻലാലിന്റെ ആ ഒരു പണ്ടത്തെ മോഹൻലാലിനെ ശരിക്കും കണ്ട ഒരു ഫീൽ തന്നെ കിട്ടിയിട്ടുണ്ട്. സത്യമായിട്ട് എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇന്നലെ ടിക്കറ്റ് കിട്ടിയില്ല, അപ്പൊ ഇന്ന് വന്നതാണ്, അതുകൊണ്ട് വന്ന് ഭയങ്കര ഇഷ്ടമായി. മീൻസ് ചില ഷോർട്സ് ഒക്കെ കണ്ട് ജസ്റ്റ് ഗൂസ് ബംസ് അടിച്ചു പോയ സീൻസ് ഒക്കെ ഉണ്ട്. മീൻസ് എൻട്രിയിലെ മോഹൻലാൽ മീൻസ് ഖുറേഷി അബ്രഹാം എൻട്രി ആണെങ്കിലും ആ ഒരു എടുത്തിരിക്കുന്ന ക്വാളിറ്റി വൈസ് സൂപ്പർ. മലയാളി മീൻസ് മലയാളം മൂവി ഇൻഡസ്ട്രി ഇങ്ങനത്തെ ഒരു പടം ചെയ്തതിൽ ഐ എം വെരി പ്രൗഡ്. നെഗറ്റീവ് പറയുന്നത് ഒബ്വിയസ്ലി നിങ്ങൾ ആ മൂവി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ പേർക്ക് കുരു പൊട്ടും എന്നുള്ളത്. ഒബ്വിയസ്ലി കുറച്ച് പേർക്ക് കുരു പൊട്ടും. സോ അതുകൊണ്ട് നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. വി ഡോണ്ട് നീഡ് ടു സ്പോയിൽ എനിത്തിങ്. സോ ഈ ആൾക്കാർ പറയുന്നത് പോലെ എങ്ങനെ മോശം പടമൊന്നുമല്ല, മസ്റ്റ് വാച്ചാണ്, പോയി കാണുക. ലൈക്ക് നമ്മൾ ആൾക്കാർ പറഞ്ഞ് ഓവർ ഹൈപ്ഡ് ആണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല. ആക്ച്വലി കഥയുണ്ട്. ലൈക്ക് സിനിമ എടുത്തേക്കുന്ന രീതി അടിപൊളിയാണ്. ലൈക്ക് എസ്പെഷ്യലി എമ്പുരാൻ്റെ പാട്ടൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അതിനൊരു ഫീൽ ഉണ്ട്. സോ ഇഫ് യു ആർ എ മോഹൻലാൽ ഫാൻ, ഇഫ് യു ആർ എ ഫാൻ ഓഫ് മൂവീസ്, യു ഷുഡ് ഗോ ആൻഡ് വാച്ച് ദ മൂവി. പൈസ കുറേ മുടക്കിയിട്ട് ഒരു ഹോളിവുഡുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ എടുക്കാൻ ഒരു ശ്രമം നടന്നുണ്ട്. തിരക്കേടില്ല, മ്യൂസിക്കൊക്കെ നല്ല ലൗഡറാണ്. ഒരു വൺ ടൈം വാച്ച്. രാവിലെ കണ്ടായിരുന്നു ഒരു പുള്ളി പറയുന്നത് എന്തോ പൃഥ്വിരാജിനെ കുറിച്ച്. ആദ്യം ലൂസിഫർ ഒരു അംബാസിഡർ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു 1800 വിലയിരുന്നു. ബട്ട് എന്ത് ഇതിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ബട്ട് മൂവി ഈസ് റിയലി ഗുഡ്. നിങ്ങളൊരു 3 പാട്ട് ഇൻസ്റ്റാൾമെൻ്റ് ആണെന്ന് പുള്ളി പറഞ്ഞായിരുന്നു. സോ 3 പാട്ട് ഇൻസ്റ്റാൾമെൻറ്റിൽ സെക്കൻഡ് പാർട്ട് വരുമ്പം മോഹൻലാൽ എങ്ങനെ പൃഥ്വിരാജ് കണ്ടുപൊട്ടി, പൃഥ്വിരാജ് എങ്ങനെ മോഹൻലാൽ ആവുന്നുള്ള ഒരു കണ്ടൻറ്റേ ഉള്ളൂ അതിൻ്റെ അകത്ത് വരുന്നത്. അത് കാണിച്ചാൽ മതി. സോ അത് പുള്ളി നല്ലപോലെ കാണിച്ചിട്ടുണ്ട്. മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ മേക്കിംഗ് മലയാളം സിനിമയിൽ ഇതുവരെ വന്നിട്ടില്ല. അത് കണ്ടവർക്ക് മനസ്സിലായി. നീ ഓർഡിനറി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്യുഗ്രം ക്വാളിറ്റി. മേക്കിംഗ് ഇസ് റിയലി 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 ഗുഡ്. ഐ അപ്രീഷിയേറ്റ് ദ എൻറ്റയർ ടീം. ഈ ലൊക്കേഷൻ കണ്ടുപിടിച്ചതും ആ ടീം അമേസിങ്, നല്ല വർക്കാണ് ചെയ്തത്. പിന്നെ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവളും സിനിമ കാണാൻ അത്ര ഷീ ഓൾസോ ടോൾഡ്, എൻ്റെ വൈഫാണ്, നല്ല പടമെന്ന് പറഞ്ഞിട്ടാണ്. ജസ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ കാണുമല്ലോ, ഇങ്ങനെ കാണിച്ചൊന്നേ ഉള്ളൂ. ആ ഒരു രീതിയിൽ എടുക്കണം. അല്ല അതും ഇതും കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? വാച്ച് ഇറ്റ് ഇൻ എ വേ ഓഫ് എ മൂവി. അത് കണ്ടിട്ട് ആരെങ്കിലും ഇപ്പോൾ അടിയിറങ്ങാൻ എടുക്കും? ഇല്ല. ജസ്റ്റ് ഒരു മൂവിയിൽ കാണുന്ന പോലെ കാണുക, അത്രേ ഉള്ളൂ. ജസ്റ്റ് എൻജോയ് ദ മൂവി. ഇറ്റ്സ് എ അമേസിംഗ് മൂവി. എല്ലാവരും വന്ന് കാണുക, അത്രേ ഉള്ളൂ. ഒരു 3-ാം ഭാഗം കൂടെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. കൂടെ ഒരു 35 പേരുണ്ടായിരുന്നു. 35 പേരും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരു 30 വയസ്സ് താഴെയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ടത് ഇതാണ്, എമ്പുരാനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ലൂസിഫറായിരുന്നു. അതിനെ ആ രീതി ഇല്ല, അങ്ങനെ എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നിയില്ല. നമ്മൾ ആ പടത്തിനെ പടമായിട്ട് കണ്ടാൽ പോരെ, അല്ലാതെ വേറെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ജസ്റ്റ് ഒരു സിനിമ. നമ്മൾ ലാലേട്ടൻ്റെ ഒരു പൃഥ്വിരാജിന്റെ സംവിധാനവും ഒക്കെ കൊള്ളായിരുന്നു. അങ്ങനെ ഇപ്പൊ അത് പിക്ചറല്ലേ, രാഷ്ട്രീയപരമായിട്ടൊന്നും കാണേണ്ടതില്ല. ലൂസിഫർ തന്നെയാണ് കമ്പാരിറ്റീവ് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ട് തോന്നി, അത്രേ ഉള്ളൂ. മേക്കിംഗ് ബേസ് ടോപ്പ് നോച്ച് ആണ്. സ്ക്രിപ്റ്റ് ബേസും BGM ബേസും മാത്രമാണ് കുറച്ച് ആവറേജ് ആയി തോന്നിയുള്ളൂ. അല്ലാതെ പക്ഷേ പടം ഓക്കെയാണ്. ഇത് കുഴപ്പമൊന്നുമില്ല, രസമുണ്ട്. സ്ക്രിപ്റ്റും BGM ആണ് കുറച്ച് ആവറേജ് ആയി തോന്നിയുള്ളൂ. അല്ലാത്ത പക്ഷേ മേക്കിംഗ് ബേസ്, ക്വാളിറ്റി ബേസ് എല്ലാം ടോപ്പ് നോച്ച് തന്നെയായിരുന്നു പടം. അങ്ങനെ ഒരു ഡിസപ്പോയിൻമെന്റ് കാര്യങ്ങളൊന്നുമില്ല കണ്ടുകൊണ്ട്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അശ്വന്തിന്റെ ഭയങ്കര ഫാനാണ് അശ്വന്ത് ഗോഖലിന്റെ. ആക്ച്വലി ഈ പ്രാവശ്യത്തെ റിവ്യൂ ഭയങ്കര നമുക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അതേ ഫോളോപ്പായിട്ട് ഞാൻ ഇവിടെ ഫിലിമിന് വന്നത്. അതിൽ കുറേ സെൻറ്റിമെൻറ്റ്സ് റിവ്യൂസ് ഉണ്ട്. ലൈക്ക് ഭാരത് മാത ഇതിൻ്റെ ഡ്രസ്സിങ്, മഞ്ജു വാര്യൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ ഒക്കെ ആയിട്ട്. ആക്ച്വലി അധികം ഒരു ഇമോഷണൽ അല്ല നമ്മുടെ. എനിക്ക് അത്ര നല്ല ഫാനായിട്ട് ഞാൻ ഈ പ്രാവശ്യം പുള്ളിയുടെ റിവ്യൂവിന് ഇത് ഞാൻ കാണിക്കണേ. നല്ല പടമാണ്, നല്ല അടിപൊളി പടമാണ്. എല്ലാ രീതിയിലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ സൂപ്പറാണ് സൂപ്പറല്ല. കാരണം നമ്മൾക്ക് ഭയങ്കര ഭാഗ്യമാണ്. മോഹൻലാൽ ഇപ്പോൾ ഈ ഏജിൽ ഇങ്ങനെ അഭിനയിക്കാന്നെങ്കിൽ പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, അശ്വന്ത് ഗോഖലിന് നല്ലൊരു ഫാനായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ റിവ്യൂ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി പോയി. എന്നിട്ടാണ് ഈ പടം കാണാൻ വന്നത്. പക്ഷേ സീരിയസ്ലി
ഈ പ്രാവശ്യം അശ്വന്ത് രാഷ്ട്രീയപരമായിട്ട് കുറെയൊക്കെ കാണിക്കുന്നു. പൊളിറ്റിക്കലി ഒറിജിനൽ റിയാലിറ്റിയാണ്. ഏറെ കുറെ ഞാൻ ഒത്തിരി നമുക്ക് ടച്ച് ആവും നമുക്ക് ഈ സംഭവം എന്ന് പറഞ്ഞാൽ. സ്റ്റോറിയൊക്കെ കുറെ ഫൈറ്റ് മാത്രമേ ഉള്ളൂ ഇപ്പൊ ആണല്ലേ. ഇതിന്റെ ഫസ്റ്റ് പാട്ട് കണ്ടിട്ടുണ്ടോ? ആദ്യത്തെ ഭാഗം കണ്ടു. ഇഷ്ടപ്പെട്ടായിരുന്നു. ലൂസിഫർ അല്ലേ? അത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. സോങ് ഇല്ലല്ലോ, സോങ് ഇല്ലല്ലേ? ഒരാളെ കണ്ടിട്ട് പറഞ്ഞേ 2-3 സോങ് ഉണ്ടെന്ന് പറഞ്ഞു. നല്ലത് സോങ് ഒന്നും ഇല്ല പടം കണ്ടിട്ട്. പിന്നെ മറ്റേ ഈ BJP കളിയായിക്കൊണ്ട് നടത്തുകയായിരുന്നു. അതൊക്കെ പടത്തിന് ഏറ്റവും വലിയ കുഴപ്പമെന്നൊക്കെ പറയുന്നവരോടൊക്കെ പടം കണ്ടെന്നാവും. BJP പാർട്ടിക്കാരെ കളിയാക്കുന്നുണ്ട് പടത്തിനകത്ത്. അതൊക്കെ പടത്തിന് നെഗറ്റീവ് വരാൻ കാരണം. പടമല്ലേ, നമുക്ക് ഒന്നും പറയാൻ പറ്റൂല. മൂവി അത് പടത്തിനകത്ത് അങ്ങനെ കണ്ടു കളയാന്നല്ല. BJP-നെ കളിയാക്കുന്നിട്ടുണ്ടോ പടം പറയുന്നത്? അങ്ങനെ അതിനോടൊക്കെ നമുക്ക് അതിനെപ്പറ്റി വലിയ പിടിച്ചില്ല. കുറച്ച് പോർഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊരു പാർട്ടി ബേസ്ഡ് ആയിട്ട് തോന്നിയിട്ടില്ല. നോർമലി കുഴപ്പമില്ല. നമ്മൾ ഹോളിവുഡ് പടങ്ങളൊക്കെ കാണുന്ന പോലെ നല്ല സീൻസ് ഉണ്ട്, നല്ല ആക്ഷൻ കാര്യങ്ങൾ, വിഷ്വല്, അങ്ങനെ എല്ലാം അടിപൊളിയാണ്. പിന്നെ എന്ത് നെഗറ്റീവ് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഈ നെഗറ്റീവ് റിവ്യൂസ് ഒന്നും മറ്റുള്ള പറഞ്ഞ് കേൾക്കാതെ വന്ന് കണ്ടിട്ട് സ്വയമായിട്ട് വിലയിരുത്തുക, അതാണ് നല്ലത്. ആക്കൊണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കണം, തോന്നിട്ട് വന്ന് കാണുക. വണ്ണിന്റെ ഒരു ഇമ്പാക്ട് കിട്ടിയിട്ടില്ല. വണ്ണിൽ ഒരുപാട് നമുക്ക് ഗൂസ് ബംസ് കിട്ടുന്ന സീൻസ് ഉണ്ടല്ലോ, അങ്ങനത്തെ സീൻസ് ഇതിൽ കുറച്ച് കുറവാണ്. അത്രേ ഉള്ളൂ. ഒരു ആവറേജ് ഫീൽ. ബാക്കി പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ്. ഇംഗ്ലീഷ് മൂവിയോട് തന്നെ കിടപിടിക്കാൻ പറ്റുന്ന മൂവിയാണ് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ. അങ്ങനെയൊക്കെ ക്യാമറ ഒക്കെ കൊള്ളാം. ഹോളിവുഡ് ആ ഒരു ലെവൽ വന്നിട്ടുണ്ട്. ആരെ എങ്ങനെയുണ്ട്? പൃഥ്വിരാജിനാണോ മോഹൻലാലിനാണോ? ആരാ കൂടുതൽ? എല്ലാവരും നല്ല ഇതായിരുന്നു. എനിക്ക് ലൂസിഫറിനേക്കാൾ എനിക്ക് താല്പര്യപ്പെട്ട ഇതാണെന്ന് തോന്നുന്നു. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അങ്ങ് നിൽക്കുന്ന പടം കണ്ടിട്ട് എൻ്റെ മൊത്തത്തിലൊരു ഇത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആണാണ്. പലരും പല അഭിപ്രായം പുറത്തു വെച്ച് പറഞ്ഞെങ്കിലും പക്ഷേ ഇവിടെ കണ്ടപ്പോഴത്തേക്ക് നല്ലൊരു ഇത് തന്നെയാണ് തോന്നുന്നത്. ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? സെക്കൻഡാണ് ഇച്ചിരി